കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പാലക്കാട് നൂറടി റോഡിലെ സൈക്കിൾ ട്രാക്ക് പദ്ധതി കാട് കയറി നാശത്തിന്റെ വക്കിൽ. പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ സൈക്കിൾ ട്രാക്കും നടപ്പാതയുമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. നിർമ്മാണം പാതി വഴിയിലായ പദ്ധതിക്ക് 9 വർഷങ്ങൾക്ക് മുൻപാണ് തുടക്കമിട്ടത്. നൂറടി റോഡിൽ നിന്ന് ഷാരിഖ് നവാസ് വിവരിക്കുന്നു കാറ്റുപോയൊരു സൈക്കിൾ ട്രാക്ക്. പാലക്കാട് നഗരസഭ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച സൈക്കിൾ ട്രാക്കാണ് ഈ കാണുന്നത്. എന്നാൽ ഇന്ന് ഇതിലൂടെ ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. മനോഹരമായ മലമ്പുഴ റോഡിലെ നൂറടി റോഡിലാണ് പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 കോടിയോളം രൂപ ചെലവഴിച്ച് സൈക്കിൾ ട്രാക്ക് പദ്ധതി നടപ്പാക്കിയത്. വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത ജംഗ്ഷൻ വരെ റോഡിന്റെ ഇരുവശങ്ങളിലായാണ് സൈക്കിൾ ട്രാക്കും നടപ്പാതയും നിർമ്മിച്ചത്. എന്നാൽ ഇന്നും ഇത് പൊതുജനത്തിന് ഉപയോഗപ്രദമായിട്ടില്ല. പാലക്കാട് നഗരസഭ 2015-2016 അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരത്തിലെ റോഡുകൾ നിലവാരത്തിൽ ഉയർത്താൻ വേണ്ടി 17.42 കോടിയാണ് അനുവദിച്ചത്. ഇതിനകത്തുള്ള നടപ്പാത, സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ 10 കോടി രൂപയാണ് ഈ ഭാഗത്തിന് മാത്രം നീക്കി വെച്ചിരിക്കുന്നത്. 10 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഏകദേശം 9 കൊല്ലമായിട്ടും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം ഇതിനകത്ത് കൂടെ സൈക്കിൾ ഓട്ടിച്ചു കഴിഞ്ഞാൽ അയാൾ സത്യത്തിൽ തോട്ടിൽ വീണ് കൽപ്പാത്തി പുഴയിൽ പോയി എത്തേണ്ട അവസ്ഥയാണ്. കാരണം എല്ലാം പാതി മാത്രം പൂർത്തിയാക്കിക്കൊണ്ട് പദ്ധതിയും അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടും സത്യത്തിൽ ആർക്കും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2.3 മീറ്റർ വീതിയുള്ള സൈക്കിൾ ട്രാക്ക്, 2 മീറ്റർ വീതിയിൽ നടപ്പാത, ട്രാക്കിനും റോഡിനും മധ്യേ ഇരിപ്പിടങ്ങൾ എന്നിങ്ങനെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നടപ്പാതയും സൈക്കിൾ ട്രാക്കും നിർമ്മിച്ചുവെങ്കിലും ഇതെല്ലാം പലയിടങ്ങളിലും തകർന്ന് കാടുപിടിച്ച നിലയിലാണ്. ട്രാക്കിലെ ഇന്റർലോക്ക് പലയിടങ്ങളിലും ഇളകി നിൽക്കുകയാണ്. ഇരിപ്പിടങ്ങൾ തുരുമ്പെടുത്ത് തകർന്നു. ഒരു വശത്ത് നടപ്പാതയുടെയും ട്രാക്കിന്റെയും നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ സൈക്കിൾ ട്രാക്കിലൂടെ ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം ഇല്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ സ്വപ്ന തുല്യമായി കണ്ട ഈ റോഡിൻ്റെ വികസനം ഇപ്പോൾ ഒരു പാഴ് വസ്തുവായി മാറിയതിൻ്റെ അവസ്ഥയിലാണ് ഉള്ളത്. നടപ്പാതയാകട്ടെ ഇന്ന് വഴിയോര കച്ചവടക്കാർ കയ്യേറി. 9 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കും അമർഷമുണ്ട്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച് പാഴായി പോയ ഒട്ടേറെ സർക്കാർ പദ്ധതികൾ നാം കണ്ടിട്ടുണ്ട്. നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഈ പദ്ധതിയും മോക്ഷം കാത്തുകിടക്കുകയാണ്. പാലക്കാട് നിന്ന് ക്യാമറാമാൻ രാഹുൽ സുദേവിനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.